ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് സന്തോഷ് എന്നാണ്. സന്തോഷ് ഡോക്ടർ ചോദിച്ചോളൂ. സന്തോഷ് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. സാറേ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. എനിക്ക് ഇതുവരെ കുട്ടികളായിട്ടില്ല. മറ്റേ വന്ധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു ഉച്ചാരണത്തിനൊരു ചെറിയ പ്രശ്നം പോലെ തോന്നുന്നു. നമുക്ക് ഷുഗറോ ഒന്നുള്ള കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ. സന്തോഷ് ഇപ്പൊ വയസ്സ് എത്രയായി? എനിക്ക് ഇപ്പൊ 35 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം. ഈ സെമൻ ടെസ്റ്റ് ഇപ്പൊ നോക്കിയില്ലെന്ന് ഒരു കുഴപ്പമില്ലെന്നാണോ പറഞ്ഞേ? അതെ അതെ. ഇപ്പൊ ഈ എക്സസൈസ് നോക്കിയിട്ടൊരു 1 വർഷം മുമ്പ് നോക്കിയില്ല. എക്സസൈസ് നോക്കിയിരുന്നില്ല. അതില് സ്പേമിന്റെ എണ്ണമൊക്കെ നോർമലി തന്നെ ഉണ്ടായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല. നോർമലി തന്നെ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. യൂറോളജിസ്റ്റിനെ കണ്ടിരുന്നു? എന്റെ വൈഫിന്റെ കൂടെ ഞങ്ങള് ഒരു അത് പോരെ സന്തോഷം. ഗൈനക്കോളജിസ്റ്റ് ഇപ്പം സ്ത്രീകളെ നോക്കുന്ന ഡോക്ടർ ഇപ്പം നിങ്ങളെ നോക്കിയിട്ട് കാലം അതിപ്പോ കണ്ണ് ഡോക്ടർ അടുത്ത് പോയി നമ്മൾ ഹൃദയത്തിന്റെ ചികിത്സ എടുക്കുന്ന പോലെ ഇരിക്കും. ഗൈനക്കോളജിസ്റ്റ് സ്ത്രീകളെ നോക്കുന്ന ഡോക്ടറാണ്. യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് അവർക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണല്ലോ യൂറോളജിസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അത് യൂറോളജിസ്റ്റിനെ കാണിക്കുക. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞുതരാം സെമൻ നോർമൽ ആണോ അല്ലേ എന്നുള്ളത്. അതെ അതെ, ആ പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ യൂറോളജിസ്റ്റിനെ കണ്ട് പറഞ്ഞാൽ അതിനുള്ള പരിഹാരം ഉണ്ട്, അതിനുള്ള ചികിത്സ ഉണ്ട്. അത് ആദ്യം യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് നോക്കിക്കേ. അതെ, ഓക്കെ സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ പറഞ്ഞത് ഫിസിക്കൽ അപ്പിയറൻസ്, അടുത്തത് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. കാരണം ഈ സ്പേം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കൗണ്ടൊക്കെ അറിയുന്ന അങ്ങനെയാണ്. അതിലാണ്. കാരണം പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ഈ സ്പേമും സെമനും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷനാണ്. ഈ വരുന്ന രോഗികളായിട്ട് വരുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ തന്നെ. ഇതിനകത്ത് ഈ സ്പേം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ ഈ സ്പേമിനെ കാണാൻ പറ്റൂ. സ്പേം എന്ന് പറയുന്ന ഒരു ഹെഡും ഒരു ടെയിലും കൂടെ വന്നിട്ടുള്ള ഒരു ചെറിയൊരു സൂക്ഷ്മാണുവാണ് ഈ സ്പേം എന്ന് പറയുന്നത്, ബീജം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സെമനിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് മാഗ്നിഫൈ ചെയ്താൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ. നമ്മൾ നോർമലി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെമൻ എന്ന് പറയുന്നത് ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സ്രവങ്ങളാണ് ഈ കൂടുതലായിട്ട് കാണുന്നത്. ആ സ്രവത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ സ്പേമിനെ അതിനെ നല്ല വയബിളായിട്ട് ഹെൽത്തി ആയിട്ട് ജീവനോടോട് നിർത്തുന്നത്. അതിനുള്ള ന്യൂട്രീഷനും ഇതൊക്കെ കൊടുക്കുന്നതാണ് ഈ ലിക്വിഡ് ഫോം. അതിൻ്റെ ദ്രവരൂപത്തിലുള്ള ഭാഗമാണ് ഈ സ്പേമിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷനും ഒക്കെ കൊടുത്ത് സ്പേമിനെ ഹെൽത്തി ആയിട്ട് അതിനകത്ത് സർവ് ചെയ്യാൻ നോക്കുന്നത്. അത് ഈ ഒരു ലിക്വിഡ് പാർട്ടാണ് ഈ സെമൻ്റെ. അപ്പം മൈക്രോസ്കോപ്പിൽ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടാണ് ഈ സ്പേമിനെ നോക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് നോക്കുന്നത് സ്പേമിൻ്റെ എണ്ണം, നമ്മൾ കൗണ്ട് എന്ന് പറയും. അപ്പോൾ കൗണ്ട് 2 തരത്തിൽ നോക്കും. 1 ml എത്ര സ്പേം ഉണ്ടെന്നും ടോട്ടൽ സെമനിൽ എത്ര സ്പേം ഉണ്ടെന്നും. ടോട്ടൽ സ്പേം കൗണ്ട് എന്നും പറയും, അതുപോലെ സ്പേം കൗണ്ട് പെർ മില്ലി ലിറ്റർ ഓഫ് സെമൻ. അപ്പം നോർമലി ഒരു 15 മില്യണിൻ്റെ മേളിലെങ്കിലും, അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് WHO ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് 15 മില്യൺ സ്പേംസ് എങ്കിലും 1 ml സെമനിൽ കാണണം എന്നാണ്. അതിലോട്ട് മേളിലോട്ട്. അപ്പം ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ 2-3 ml ഒക്കെ ആയിരിക്കും നോർമൽ ഒരു സെമൻ്റെ അളവ്, 3 ml. അപ്പം കുറഞ്ഞത് ഒരു 35 തൊട്ട് 40 മില്യൺ, 35 മില്യണിൻ്റെ മേളിലെങ്കിലും മൊത്തം സ്പേം ഉണ്ടായിരിക്കണം. 1 ml കുറഞ്ഞത് ഒരു 15 മില്യൺ എങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കുന്ന ഈ മോട്ടിലിറ്റി, സ്പേമിൻ്റെ ചലനശേഷി.